അച്ഛാ കഥ തോറ അമ്മ കഥ തോറ അച്ഛാ കഥ തോറ മോള് ഇറന്ന് വിളിക്കുന്ന നേട്ടിലൊന്ന് തുറന്നു വിട്. നിന്നിലേക്കു ഞാനടുത്ത് നിന്നു മനം പോലെ തഴുകി എന്നിലേക്കു നീ ചേരും ഒരു പൂക്കളം പോലെ. നീ അവിടെ നിന്നേ. എന്തുപറ്റി രണ്ടുപേരുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ ഇനി പഠിക്കാൻ പോണ്ട, അത്ര തന്നെ. പഠിക്കാൻ പോണ്ടെന്നോ? അതിനിപ്പോ എന്താ ഉണ്ടായി? എനിക്ക് പഠിക്കാൻ പോണം. നാളെ മുതൽ നീ ഈ വീട്ടിന്റെ മുറ്റത്തിറങ്ങി പോരുന്നു. നിന്റെ മുട്ടുകൾ തല്ലി ഒടിക്കും. പഠിത്തത്തിന്റെ പേരും പറഞ്ഞാലും വല്ലവരുടെ അവിടെ കറങ്ങാൻ നടക്കുന്നു. മോളെ, നീ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയല്ല കണ്ടുപിടിച്ചിരിക്കുന്നത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നിർത്തടി. നീ ആരെടി കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നേ? സുമേ, ഞാൻ സംസാരിച്ചോളാം. മോളെ, ആണും പെണ്ണുമായി നീ ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഈ അച്ഛൻ പറയുന്നത്. അവനെ കണ്ടാൽ തന്നെ അറിഞ്ഞിട്ട് ഒരു ഫ്രോഡാണെന്ന്. പല ക്രിമിനൽ കേസിലും അവൻ പ്രതിയായിരിക്കും. അച്ഛാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അരുണേട്ടൻ. പുള്ളി പാവമാണ്. അരുണേട്ടനെ പറ്റി ഞാൻ അച്ഛനോട് പറയാതിരിക്കുമായിരുന്നു. അച്ഛൻ ഒന്ന് അരുണേട്ടനെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചു കഴിയുമ്പോ ഈ തെറ്റിദ്ധാരണ എല്ലാം മാറും. എനിക്ക് ഉറപ്പാ. ഞങ്ങൾക്ക് ഒരു അലവലാതെ എടുത്ത് സംസാരിക്കണ്ട. മോളെ, നാളെ അവനോടൊന്നും വരാൻ പറ. നിങ്ങളിത് എന്ത്? നിന്റെ ഒരാഗ്രഹത്തിന് ഞങ്ങൾ എതിരി തന്നിട്ടില്ല. എന്തായാലും അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. ജോലി എന്താന്നാ പറഞ്ഞേ? ഞാൻ PSC ഒക്കെ എഴുതിയിട്ട് 2-3 ലിസ്റ്റിലൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കൂട്ടർക്ക് ജോലിയൊക്കെ കിട്ടാൻ വളരെ എളുപ്പമല്ലേ? അതുപോലെ തന്നെ സർക്കാർ അതിനുവേണ്ടി റിസർവേഷൻ ഒക്കെ തരുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ചായ കൊണ്ടുവരാം, നീ അങ്ങോട്ട് പോ. അയ്യടാ, അവന് ഈ ഗ്ലാസ്സിൽ ചായ കൊടുത്താൽ മതി. നീ കുടിച്ചാൽ മതി. അവൻ താൻ ചായ കുടിക്ക്. ജോലി മാത്രമല്ലാരും നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, തൻ്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും തൻ്റെ കുടുംബക്കാരാരാണെന്നും തനിക്ക് നല്ല ബോധ്യമുണ്ട്. തനിക്ക് ഈ കുടുംബത്തിൽ വന്ന് പെണ്ണി വെക്കാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇവിടെ മാമന്മാർ അറിഞ്ഞാലുണ്ടല്ലോ, കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും പോവില്ല. അല്ല, നിന്റെ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇനി തീരുമാനം എടുക്കേണ്ട നീയാണ്. എന്താണെങ്കിലും ഞാൻ അനുസരിച്ചോളാം. അരുണേട്ടനെ ഇങ്ങനെ അവമാനിച്ചു വിടാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇതിലും ഭേദം ആദ്യമേ നടക്കൂലെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? നിനക്ക് നല്ല പയ്യനെ ഞങ്ങൾ കണ്ടെത്തി തരില്ലേ? ജീവിതം നീ വിചാരിക്കും പോലെ ഒന്നും അല്ല മോളെ. അത് ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒന്നാമതവൻ നമ്മുടെ ജാതിയല്ല. നമുക്ക് സമൂഹത്തിലൊരു വിലയും നിലയും ഉണ്ട്. ഈ താഴ്ന്ന ജാതിയിലുള്ളവനെയൊക്കെ കെട്ടിയാലേ അച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ തലയുയർത്തി നടക്കും? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഞങ്ങൾ പറയുന്ന ആളിനെ കെട്ടിയില്ലെങ്കിൽ പിന്നെ അച്ഛനെ അമ്മയെ ജീവനോട് കാണുമെന്ന് നീ വിചാരിക്കണം. ഞാൻ കാരണം നിങ്ങളുടെ തലേന്ന് ആരുടെ മുമ്പിലും താഴണ്ട. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഞാൻ എല്ലാത്തിനും നിന്ന് തരാം. പോരെ? സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ മെന്റലി പ്രിപ്പയർഡ് ഒന്നുമല്ല. പിന്നെ പ്രായമെന്ന് ചോദിച്ചാൽ അത്യാവശ്യമായി. തനിക്കെന്നെ ഇഷ്ടമായോ? എനിക്കങ്ങനെ അഭിപ്രായം പറയാനൊന്നും അറിയത്തില്ല. ചേട്ടൻ ഇഷ്ടമായോ? ഇഷ്ടമായി. അല്ല, എനിക്ക് മുമ്പ് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് വല്ല അഫെയറും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പം അതിലേക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. അതാ എനിക്കും ഇഷ്ടം. എനിക്കൊരു അഫെയർ ഉണ്ട്. ഇപ്പോഴും എനിക്ക് അയാളെ ഇഷ്ടമാണ്. പക്ഷേ
എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് വലുത്. അവരെനിക്ക് വേണ്ടിയേ ജീവിക്കുന്നത്. അല്ല ഞാൻ വേണമെങ്കിൽ അച്ഛനോട് സംസാരിക്കാം. അതൊന്നും വേണ്ട. അല്ല നാളെ അനില എൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ അനിലയുടെ മനസ്സിൽ അയാളുണ്ടാവോ? അപ്പോഴേക്കും ഞാൻ മറന്നോളാം. എന്നാ ഓക്കെ. ദേ ബാക്കിയെല്ലാം നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. ആൻറ്റി വർക്കിംഗ് ആണോ? അല്ല മോനെ, അച്ഛന് ജോലിക്കൊന്നും ഇവിടെ ഇഷ്ടമേ അല്ല. അല്ല ഇപ്പം എന്തായാലും എല്ലാവരും ജോലിക്ക് പോകണമല്ലോ, അല്ല നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. ശരി, നിങ്ങൾ താഴോട്ട് വാ. വാ. അച്ഛാ എനിക്ക് പറയാനുള്ളത് ഞാൻ അനിലയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് പറയാനുള്ളത് അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അതാ പിന്നെ ഞാൻ ഇറങ്ങാം. അച്ഛൻ അനുഗ്രഹിക്കുന്നു. ഓ ഞാൻ പോയിട്ട് വരാം. എങ്ങനെയുണ്ടാ പയ്യെ? സൂപ്പർ പയ്യൻ. ഡേ എന്തൊരു അടക്കവും പക്വതയൊക്കെ ഉള്ള പയ്യൻ. എന്നോട് സംസാരിച്ച രീതി എന്നെ കണ്ടില്ലേ? അതാണ് തറവാട്ടി പറഞ്ഞ പയ്യന്മാരുടെ ഗുണം. അല്ലാതെ മറ്റവനെ പോലെ ഒരു ഗുണ്ടാലുക്കും തടിച്ച ശരീരവും താടിയും. അച്ഛാ മതി, നിങ്ങൾ പറഞ്ഞ പയ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചില്ലേ? അയ്യോ മോളെ, നിന്റെ ഇഷ്ടം കൂടെ നോക്കുന്ന ആളാണ് ഞാൻ. നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടച്ച. ഒരു പൂവായി നീ വിരിഞ്ഞു എന്നിലേക്ക് നിന്നിലേക്ക്. എന്നെ ഒന്ന് കെട്ടഴിച്ച് വിട്. എന്തിനാ ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നേ? ഇതിലും ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നൂടെ? ഹലോ, ഞാൻ ആ ഫയൽ സെൻഡ് ചെയ്തിരുന്നേ. അത് ചെക്ക് ചെയ്തിരുന്നാൽ മതി. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ശരി ശരി, ഓക്കെ ശരി. എന്തുകൊണ്ട് ഇരി ഇരി. ആടാ നീ ഇങ്ങോട്ടോട്ട് ഇറങ്ങിയതോ അതോ? ആടാ ഞാൻ താഴെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ നീ ഇവിടെ ഉണ്ടല്ലോ നല്ല ഷോപ്പിംഗ് ഇങ്ങോട്ട് കയറിയത്. പിന്നെ എന്താണ് നിന്റെ വിശേഷം? ആടാ കുടുംബ കുട്ടിയൊക്കെ ആയിട്ട് സ്വസ്ഥം. ഇടയ്ക്ക് എന്തോ കുട്ടിക്ക് എന്തോ വയ്യാന്നെന്തോ പറഞ്ഞിരുന്നല്ലോ. മോൾക്ക് അത് വൈറൽ ഫീവർ ആടാ. കഴിഞ്ഞു, അത് കുഴപ്പമില്ല. അവളുടെ അമ്മയെ പോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവാണ്, അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ പ്രിയയുടെ PSC പഠനമൊക്കെ എങ്ങനെ പോണു? ആടാ അത് നന്നായിട്ട് പോകുന്നു, 1-2 ലിസ്റ്റിലൊക്കെ ഉണ്ട്. കൺഗ്രാറ്റ്സ് അല്ലയാ, നീ എന്തായാലും ലൈഫിൽ മുന്നോട്ട് തന്നെ പോകുന്നുണ്ടല്ലോ. പണ്ട് എന്തൊക്കെയായിരുന്നു അതൊക്കെ ഒരു കാലം. അനില, നിനക്കെന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ മറന്നതല്ല, എന്റെ അവസ്ഥ ഇതാ. ഏട്ടനെ മറക്കണോ അതോ എന്റെ അച്ഛനെ വെറുക്കണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. രണ്ടായാലും നമുക്കിതുകൊണ്ട് നല്ലതേ വരൂ. നീ എന്നെ ഒഴിവാക്കാണോ? ഞാൻ വെയിറ്റ് ചെയ്യാം നിന്റെ പാരൻസിന്റെ മനസ്സ് മാറുന്നവരെ. അത് എത്ര കാലമായാലും. അങ്ങനെയൊക്കെ മനസ്സ് മാറുന്നത് സിനിമയിലും കഥയിലും ഒക്കെ നടക്കൂ. ജീവിതത്തിൽ അതൊന്നും പോസിബിൾ അല്ല. നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്ത് അക്സെപ്റ്റ് ചെയ്യണമെന്ന്? എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. എനിക്കും അന്നേരനെ മറക്കാൻ പറ്റൂല. പക്ഷെ നമുക്കിത് തുടരാൻ പറ്റൂല. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. ഞാൻ പോവാ. നിക്ക്, എനിക്ക് ഉടനെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടും, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. വേണ്ട ഏട്ടാ, ഞാൻ എന്നെ ചതിക്കൊന്നുമില്ല. പക്ഷെ എന്റെ അച്ഛന്റെ കണ്ണീരിയാണോ എനിക്ക് പറ്റൂല. ഒരു പൂവായി നീ വിരിഞ്ഞു എന്നിലേക്ക് നിന്നിലേക്ക്. എടാ, അവൾ എന്നെ പറ്റിച്ചാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലടാ. പിന്നെ അവൾ നിന്നെ കൊഞ്ചിച്ചാണ്. നീ എന്തീ പറയണത്? എടാ, നമ്മൾ അവളുടെ അവസ്ഥയോടെ മനസ്സിലാക്കണം. അവൾക്ക് അവളുടെ അച്ഛനോട് ഭയങ്കര സ്നേഹമാണ്, തിരിച്ച് അയാൾക്കും ഭയങ്കര സ്നേഹമാണ്. പിന്നെ നിനക്ക് അവളുടെ അടുത്ത് ഇതിനെ പരത്തി പെണ്ണാക്കരുന്നല്ലോ, സ്നേഹമല്ലല്ലോ. എടാ ഞാൻ പറയുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരുത്തിന് കിട്ടിയപ്പോൾ അവൾ നിന്നെ വിട്ടിട്ട് പോയി.
നീ വെറുതെ നിന്റെ ജീവിതം കളയാൻ നിൽക്കണ്ട. നിന്റെ അച്ഛനും അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ആലോചിച്ചു. എനിക്കറിയില്ലടാ, അവളെന്നെ പറ്റിച്ചാണെന്ന് എനിക്കറിയില്ലടാ. ഹലോ, എനിക്ക് ദേഹത്ത് കറുത്ത മറുകുള്ള പെമ്പിളേർ ഭയങ്കര ഇഷ്ടമാണ്.